ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്. അതിലെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന ചാപ്റ്ററുടെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മേക്കിംഗ് എ ഷവർ. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. കനത്ത മഴയ്ക്ക് ശേഷമുള്ള ഒരു സായാഹ്നമായിരുന്നു അത്. Grandfather was picking flowers from the jasmine bush under the sandalwood tree. മുത്തച്ഛൻ ചന്ദനമരത്തിന്റെ ചുവട്ടിൽ നിന്ന് മുല്ലപ്പൂ പറിക്കുകയായിരുന്നു. The leaves of the tree were full of raindrops. മരത്തിന്റെ ഇലകളിൽ മഴത്തുള്ളികൾ നിറഞ്ഞിരുന്നു. I knew I could make rain if I shook the tree and grandfather, and I would get a good shower. മരം കുലുക്കിയാൽ മഴ പെയ്യുമെന്നും അപ്പൂപ്പനും എനിക്കും നല്ല മഴ ലഭിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. I liked bathing in the rain. മഴയിൽ കുളിക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. But he might not like it. പക്ഷേ മുത്തശ്ശന് അത് ഇഷ്ടപ്പെട്ടേക്കില്ല. But it would be great fun. പക്ഷേ അത് വലിയ രസമായിരിക്കും. So I quietly went near the sandalwood tree and shook it with all my strength. അങ്ങനെ ഞാൻ ഒന്നും മിണ്ടാതെ ചന്ദനമരത്തിന്റെ അടുത്ത് ചെന്ന് സർവശക്തിയുമെടുത്ത് അതിനെ കുലുക്കി. There was a heavy shower and both grandfather and I were soaked. അപ്പോൾ ഉണ്ടായ കനത്ത മഴയിൽ ഞാനും അപ്പൂപ്പനും നനഞ്ഞിരുന്നു. I loved it. എനിക്കത് ഇഷ്ടമായി. But grandfather did not. പക്ഷേ മുത്തശ്ശന് ഇഷ്ടമായില്ല. He turned to me with an angry look. മുത്തശ്ശൻ ദേഷ്യത്തോടെ എൻ്റെ നേരെ തിരിഞ്ഞു. I was sure he would catch me and beat me. മുത്തശ്ശൻ എന്നെ പിടിച്ച് തല്ലുമെന്ന് എനിക്കുറപ്പായിരുന്നു. So I ran. അങ്ങനെ ഞാൻ ഓടി. He ran after me. മുത്തശ്ശൻ എൻ്റെ പിന്നാലെ ഓടി. I ran fast. ഞാൻ വേഗം ഓടി. But he ran faster. പക്ഷേ മുത്തശ്ശൻ വേഗത്തിലോടി. He had almost caught me when he stumbled and fell. കാലിടറി വീഴുമ്പോൾ മുത്തശ്ശൻ എന്നെ ഏറെക്കുറെ പിടിച്ചിരുന്നു. I ran away to the paddy field and hid myself there. ഞാൻ ഓടി നെൽവയലുകളിൽ മറഞ്ഞു. I heard grandfather shout that he would teach me a lesson when I came back home. ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് മുത്തശ്ശൻ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. I did not want to go home because I feared grandfather would beat me. മുത്തശ്ശൻ എന്നെ തല്ലുമെന്ന് ഭയന്ന് ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചില്ല. I stayed on in the field. ഞാൻ വയലിൽ തന്നെ നിന്നു. It was getting dark. നേരം ഇരുട്ടിത്തുടങ്ങി. I was afraid to stay there alone in the darkness. ഇരുട്ടിൽ തനിച്ചിരിക്കാൻ എനിക്ക് ഭയമായിരുന്നു. I remembered all the ghost stories I had heard. കേട്ട പ്രേതകഥകളെല്ലാം ഒന്ന് ഓർത്തുപോയി. I stood up, looked around and then ran towards home. ഞാൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി, എന്നിട്ട് വീട്ടിലേക്ക് ഓടി. I was still afraid to face grandfather. അപ്പോഴും മുത്തശ്ശനെ അഭിമുഖീകരിക്കാൻ എനിക്ക് ഭയമായിരുന്നു. So I did not go inside the house. അതുകൊണ്ട് വീട്ടിനുള്ളിൽ കയറിയില്ല. I went to the cowshed and took shelter in the loft. ഞാൻ ഗോശാലയത്തിൽ പോയി തട്ടിൽ അഭയം പ്രാപിച്ചു. From there I could see grandfather sitting on the veranda saying his prayers. അവിടെ നിന്ന് നോക്കിയാൽ മുത്തശ്ശൻ വരാന്തയിലിരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നത് കാണാമായിരുന്നു. Grandmother was waiting for me. അമ്മൂമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. When I did not turn up, she looked for me everywhere in the house. ഞാൻ വരാത്തതുകൊണ്ട്
മുത്തശ്ശി എന്നെ വീട്ടിൽ എല്ലായിടത്തും തിരഞ്ഞു. Then she came out and called aloud for me, thinking that I was somewhere in the garden. എന്നിട്ട് ഞാൻ തോട്ടത്തിൽ എവിടെയോ ആണെന്ന് കരുതി മുത്തശ്ശി പുറത്തിറങ്ങി ഉറക്കെ വിളിച്ചു. She did not get any answer. മുത്തശ്ശിക്ക് മറുപടിയൊന്നും കിട്ടിയില്ല. Then she went to grandfather and asked him where I was. എന്നിട്ട് മുത്തശ്ശി മുത്തശ്ശന്റെ അടുത്ത് ചെന്ന് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. You look for him in the house, grandfather said. നിങ്ങൾ അവനെ വീട്ടിൽ അന്വേഷിക്കൂ, മുത്തശ്ശൻ പറഞ്ഞു. He is hiding somewhere. അവൻ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. He is not in the house, grandmother said. അവൻ വീട്ടിലില്ല, മുത്തശ്ശി പറഞ്ഞു. I looked for him everywhere. ഞാൻ അവനെ എല്ലായിടത്തും തിരഞ്ഞു. The news spreads. Then grandfather stood up and went outside and called aloud. അപ്പോൾ മുത്തശ്ശൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഉറക്കെ വിളിച്ചു. Come രാജാ, come. I won't beat you. വരൂ രാജാ, വരൂ, ഞാൻ നിന്നെ അടിക്കില്ല. But I did not answer him, for I thought that he would beat me. പക്ഷേ മുത്തശ്ശൻ എന്നെ തല്ലുമെന്ന് കരുതി ഞാൻ മുത്തശ്ശനോട് ഉത്തരം പറഞ്ഞില്ല. Grandmother was angry and said, he won't come. മുത്തശ്ശി ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അവൻ വരില്ല. You drove him away. നിങ്ങൾ അവനെ ഓടിച്ചു. I heard you say that you would beat him if he came home. വീട്ടിൽ വന്നാൽ തല്ലുമെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. Poor child, he is afraid of you and has run away. പാവം കുട്ടി, അവൻ നിങ്ങളെ പേടിച്ച് ഓടിപ്പോയി. Grandfather called the servants and asked them to go out and look for me. അപ്പൂപ്പൻ വേലക്കാരെ വിളിച്ച് പുറത്തുപോയി എന്നെ അന്വേഷിക്കാൻ പറഞ്ഞു. They went out, but after a while returned to say that they could not find me. അവർ പുറത്തേക്ക് പോയെങ്കിലും കുറച്ചു കഴിഞ്ഞ് എന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് മടങ്ങി. Grandmother started weeping. മുത്തശ്ശി കരയാൻ തുടങ്ങി. Grandfather started walking up and down the courtyard. മുത്തശ്ശൻ മുറ്റത്തുകൂടെ നടക്കാൻ തുടങ്ങി. The news that I was missing spread. എന്നെ കാണാതായെന്ന വാർത്ത പരന്നു. Our neighbors came first, then our relatives, and then others who had heard the bad news. ആദ്യം വന്നത് ഞങ്ങളുടെ അയൽക്കാരും പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളും പിന്നെ വാർത്ത കേട്ട മറ്റുള്ളവരും. Many came to offer their sympathies to grandmother. മുത്തശ്ശിക്ക് അനുശോചനം അർപ്പിക്കാൻ പലരും എത്തിയിരുന്നു. Grandfather did not like this. മുത്തശ്ശന് ഇത് ഇഷ്ടപ്പെട്ടില്ല. He shouted, "Nothing has happened to the boy." മുത്തശ്ശൻ ആക്രോശിച്ചു, അവനൊന്നും സംഭവിച്ചിട്ടില്ല. He is hiding somewhere. അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. Can't some of you go out and find him instead of wasting your time here? ഇവിടെ സമയം കളയുന്നതിന് പകരം നിങ്ങളിൽ ചിലർക്ക് പുറത്തുപോയി അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ? Some of them went out to search for me. അവരിൽ ചിലർ എന്നെ അന്വേഷിക്കാൻ പുറപ്പെട്ടു. More and more people came and soon there was a big crowd. കൂടുതൽ ആളുകൾ വന്നു. ഉടൻ തന്നെ വലിയ ജനക്കൂട്ടമായി. By now, grandmother had lost all hope of seeing me again. അപ്പോഴേക്കും അമ്മൂമ്മയ്ക്ക് എന്നെ വീണ്ടും കാണണമെന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നു. She started telling the people what a good boy I was. ഞാൻ എത്ര നല്ല കുട്ടിയാണെന്ന് മുത്തശ്ശി ആളുകളോട് പറയാൻ തുടങ്ങി. The search parties returned without finding me. തിരച്ചിൽ നടത്തിയ സംഘം എന്നെ കണ്ടെത്താതെ മടങ്ങി. Grandmother started weeping loudly. മുത്തശ്ശി ഉറക്കെ കരയാൻ തുടങ്ങി. The woman in the crowd also wept. കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കരഞ്ഞു. The servant of the house joined in the wailing.
വീട്ടിലെ വേലക്കാരും കരച്ചിലിൽ പങ്കുചേർന്നു. They all acted as if I were dead. ഞാൻ മരിച്ചതുപോലെയാണ് അവരെല്ലാം അഭിനയിച്ചത്. I felt very sorry for grandmother. I wanted to come out. എനിക്ക് അമ്മൂമ്മയോട് വല്ലാത്ത സഹതാപം തോന്നി. ഞാൻ പുറത്തു വരാൻ ആഗ്രഹിച്ചു. Grandfather was a man of strong will. മുത്തശ്ശൻ ശക്തമായ ഇച്ഛാശക്തിയുള്ള ആളായിരുന്നു. But I knew that he too felt very sad. പക്ഷേ മുത്തശ്ശനും വല്ലാത്ത സങ്കടത്തിലാണെന്ന് എനിക്കറിയാമായിരുന്നു. He did not, however, lose hope. എന്നിരുന്നാലും മുത്തശ്ശൻ പ്രതീക്ഷ കൈവിട്ടില്ല. He stood up, turned in the direction of our family temple and prayed. മുത്തശ്ശൻ എഴുന്നേറ്റ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ ദിശയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. Help me God, he said. ദൈവമേ എന്നെ സഹായിക്കൂ, മുത്തശ്ശൻ പറഞ്ഞു. Give me my child. എൻ്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു തരൂ. I want him now. എനിക്കിപ്പോൾ അവനെ വേണം. I cannot wait any longer. എനിക്കിനിയും കാത്തിരിക്കാനാവില്ല. He then stood silent in prayer. പിന്നെ നിശബ്ദനായി പ്രാർത്ഥനയിൽ നിന്നു. At that moment, uncle returned. അപ്പോഴേക്കും അങ്കിൾ എത്തി. He learned what was happening at home. വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അങ്കിൾ മനസ്സിലാക്കി. He looked around and guessed where I was. അങ്കിൾ ചുറ്റും നോക്കി ഞാൻ എവിടെയാണെന്ന് ഊഹിച്ചു. He came to the cow shed and asked me to come down. പശുത്തൊഴുത്തിൽ വന്ന് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. I came down. ഞാൻ ഇറങ്ങി വന്നു. Uncle took me into the house. അമ്മാവൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. Grandfather had just finished his prayer and turned. അപ്പൂപ്പൻ പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞതേയുള്ളൂ. As he opened his eyes, he saw me standing before him. മുത്തശ്ശൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ മുത്തശ്ശന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. He took me up in his arms in joy, hugged me and said, God heard my prayers and has given you back to us. മുത്തശ്ശൻ സന്തോഷത്തോടെ എന്നെ കൈകളിലെടുത്തു. എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, നിന്നെ ഞങ്ങൾക്ക് തിരികെ തന്നു. അടുത്ത നമ്മളെ കഥയുടെ റൈറ്റർ കേശവൻ ശങ്കരപ്പിള്ള, 1902-1989. കേശവൻ ശങ്കരപ്പിള്ള, known as Shankar, was an Indian cartoonist and writer. ശങ്കർ എന്നറിയപ്പെടുന്ന കേശവൻ ശങ്കരപ്പിള്ള ഒരു ഇന്ത്യൻ കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായിരുന്നു. He is considered as the father of Indian cartoons. ഇന്ത്യൻ കാർട്ടൂണുകളുടെ പിതാവായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. He is particularly noted for his political cartoons. രാഷ്ട്രീയ കാർട്ടൂണുകൾ കൊണ്ട് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. He is most remembered for establishing Children's Book Trust in 1957 and Shankar's International Dolls Museum in 1965. 1957 ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റും 1965 ശങ്കറിന്റെ ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയവും സ്ഥാപിച്ചതിലൂടെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത്. Shankar won many awards like Padma Shri in 1956, Padma Bhushan in 1966 and Padma Vibhushan in 1976. Padma Shri, Padma Bhushan, Padma Vibhushan എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ശങ്കർ നേടിയിട്ടുണ്ട്. His work Life with Grandfather is a fiction published in 1953. 1953 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ലൈഫ് വിത്ത് ഗ്രാൻഡ്ഫാദർ ഒരു ഫിക്ഷനാണ്.